Hi friends, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റീചാർജ് ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ് കേസ് ഇല്ലാതെ ഒരു 5 മിനിറ്റിൽ 9500 റേഞ്ചിലെ അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇന്നലെ കിട്ടിയത് 6000 രൂപ, ഇന്ന് കിട്ടിയത് 9500. ലൈവായിട്ട് തന്നെ ഈ 9500 വിഡ്രോ ചെയ്ത് അക്കൗണ്ടിൽ വരുന്നവരെ കാണിച്ചു തരുന്നതായിരിക്കും. ഫുള്ള് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്, അക്കൗണ്ടിൽ വന്നതിന് പ്രൂഫ് വരെ കാണിച്ചു തരുന്നതായിരിക്കും. കൂടാതെ ലൈവായിട്ട് തന്നെ ഈ 9500 നമ്മൾ എങ്ങനെയാണോ ഏൺ ചെയ്ത് അതിന് ട്രാൻസാക്ഷൻ എടുത്ത് ഓരോ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈം ഡേറ്റ് വെച്ച് കാണിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ അടിപൊളി ഒരു ട്രിക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത് ഡെയിലി നല്ലൊരു എമൗണ്ട് 15000 രൂപ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സാധിക്കുന്നതായിരിക്കും. കൂടാതെ ഗൂഗിൾ പേയിലേക്ക്, ഫോൺ പേയിലേക്ക്, പേടിഎമ്മിലേക്ക് ഏറ്റവും മുകളിലേക്ക് സെൽഫായിട്ട് എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്യുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷൻ കൂടി പറയുന്നത്. അപ്പോൾ 2 കണ്ടന്റാണ്, 2 ആപ്ലിക്കേഷനാണ്. അപ്പോൾ വിസ് ചെയ്ത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പിന്നെ ഇതേപോലെ പറ്റിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരുപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഓൺലൈനായിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ ചാനൽ അതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെള്ളിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ നോക്കി ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് 9500 ഫ്രീ ആയിട്ട് അടിപൊളി ട്രിക്കുള്ള ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. എന്നിട്ട് നമ്മുടെ സെൽഫ് ഐഡിയുള്ള ആപ്ലിക്കേഷനിൽ കിടക്കാവുന്നതാണ്. അപ്പോൾ 2 കണ്ടന്റാണ് മിസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് ആയിരിക്കും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ലോഗിൻ ഇതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക. അതിൻ്റെ OTP കൊടുത്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇതിലേക്ക് അക്കൗണ്ട് റേറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് ജോയിൻ ബോണസ് ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ബാലൻസ് ആണ് ഏകദേശം 9502 ഉള്ളത്. ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് ലൈവായിട്ട് നമ്മുടെ അക്കൗണ്ട് വരുന്ന കാണിക്കുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയാണ് അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ട്രാൻസാക്ഷൻ എടുത്തതിന് ശേഷം ഇത് കാണാൻ സാധിക്കും. നമ്മുടെ ടൈപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബില്ലിങ് സെലക്ട് ചെയ്തു. അതിന് ഷോർട്ട് ടൈം ഇടുന്നതിന് ശേഷം കാണാൻ സാധിക്കും 1050, 1250 എല്ലാം തന്നെ കാണാൻ സാധിക്കും. ടൈം, ഡേറ്റ്, ട്രാൻസാക്ഷൻ ID വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഗെയിം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും ഇതെല്ലാം തന്നെ 25, 100, 5 എല്ലാം കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ നിന്ന് എമൗണ്ട് എൺ ചെയ്യുകയാണെങ്കിൽ വലിയ എമൗണ്ടൊക്കെ ഉണ്ട്. ഒറ്റയടിക്ക് 5000 രൂപ എൺ ചെയ്യാൻ സാധിക്കും. 1500, 2000, 5000 ഇതൊക്കെ ഇന്നലെ എൺ ചെയ്ത എമൗണ്ടാണ് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ എൺ ചെയ്താണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അതിന് മുന്നേ കളിച്ചാൽ കാണാൻ സാധിക്കും 505, 1001, 505, 505 കാണാൻ സാധിക്കും. 1000, 300, 50 അങ്ങനെ കുറേ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ നിന്ന് എമൗണ്ട് എണ്ണി 1600, 1050. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കാണാൻ സാധിക്കും 550, 1100, 1055 അങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ടുണ്ട്. 2000, 550 അങ്ങനെ കുറേ ഉണ്ട്. താഴ്ത്തുവായി ഇഷ്ടമുള്ള 500 എല്ലാം ഉണ്ട്. 2000, 111, 555, 2000 വീണ്ടും 2000 അങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് എല്ലാം നമ്മൾ ഏൺ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 6000 സംതിങ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000, 250. അപ്പോൾ ഈ സ്കൂളിൽ ടൈമിലാണ് നിങ്ങൾ കൂട്ടി വെക്കാൻ മതിയാണ്. ഇതെല്ലാം നല്ലതാണ് 250. അപ്പോൾ ഇത് ഇന്നലെ ഏൺ ചെയ്യാറുണ്ട് 1500, 1000 ഇതെല്ലാം നമ്മൾ ഇന്നലെ ഒരു 6000 അടുപ്പിച്ച് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 9500 നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രാൻസാക്ഷൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ വേണ്ടവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എമൗണ്ട് ഇവിടെ എൻ്റർ കാണാൻ സാധിക്കും 9502 ആണ്. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിഡ്രോ ക്ലിക്ക് ചെയ്തു. മിനി വിഡ്രോ നമുക്ക് ഇതിനകത്ത് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ആയി മാറുന്നതായിരിക്കും കാണാൻ സാധിക്കും. നമ്മുടെ പ്രോസസ്സിംഗ് കിടപ്പുണ്ട് 9217 ബാലൻസ് ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് പക്കയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്ന ഈ സൈഡിലായിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇനി എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫുൾ ഡീറ്റെയിൽസും അടിപൊളി ട്രിക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ഇതിനകത്ത് ഗെയിംസ് എന്താണ്, ട്രിക്ക് എന്താണ്, അതെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ബോണസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ എങ്ങനെയൊക്കെ എമൗണ്ട് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്ത ടൈമിൽ തന്നെ കുറേ ഗെയിംസ് കണ്ടിട്ടുണ്ടായി. ആ ഒരു ഗെയിംസ് കണ്ട് പരിചയമുള്ള ഗെയിംസ് ആയിരിക്കും. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് വെറും 1 രൂപയ്ക്ക് വരെ ഗെയിംസ് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. വെറും 1 രൂപയ്ക്ക് വരെ. കൂടാതെ അടിപൊളി ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ട്രിക്ക് വരുന്നത് നമ്മുടെ ഏവിയേറ്ററുടെ സെക്ഷനിലാണ്. അപ്പോൾ ഹോം ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ലോട്ട്സിൻ്റെ ഗെയിമുണ്ട്, ഡ്രാഗൺ ബേർഡ് സ്ട്രൈക്കർ, മൈന് എല്ലാ ഗെയിംസും നമ്മുടെ ഡ്രാഗൺ ബേർഡ് സ്ട്രൈക്കർ, അന്തർബാഹർ, പിന്നെ ഏവിയേറ്ററിൽ തന്നെ കുറേ ഗെയിംസ്, സ്ലോട്ടിൻ്റെ തന്നെ നമ്മുടെ ജിലി സ്ലോട്ട്സ്, പിന്നെ ഓരോരോ കമ്പനികളുടെ എല്ലാത്തര ഗെയിംസും വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ട്രിക്ക് അറിയാവുന്ന ഗെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് കളിച്ച് നോക്കാം. ഇല്ലാത്തവർക്ക് അടിപൊളി നമ്മുടെ ഏവിയേറ്ററിൻ്റെ ട്രിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏവിയേറ്ററിൻ്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമേറ്റ് വെച്ചിട്ടാണ് ഈ ട്രിക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഇൻ്റർഫേസും പിന്നെ ആ ഒരു ഗെയിംസും ആ ട്രിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പറേറ്റ് കാര്യങ്ങൾ ഇഷ്യൂക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രിക്കിൻ്റെ ആ ഒരു ഏവിയേറ്ററിൻ്റെ ട്രിക്കിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മുടെ ലിങ്ക്സ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഏവിയേറ്ററിൻ്റെ ഗെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്കിനകത്ത്
ഓട്ടോ ബെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഓട്ടോ മോഡുണ്ട്. ആ ഒരു ഓട്ടോ മോഡിനകത്തോട്ട് ഈ ഒരു പ്ലെയിൻ ക്രാഷ് ആവുന്നതിൻ്റെ ആ ഒരു ഗെയിം എന്താണെന്ന് നിങ്ങൾ ആദ്യമേ കണ്ട് മനസ്സിലാക്കിയിരിക്കാം. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണെന്ന് പറയുമ്പോൾ ഗെയിം എന്താണെന്ന് പറഞ്ഞിട്ട് അതിന് ട്രിക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ലിങ്ക്സ് ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഓട്ടോ ബെറ്റിനകത്ത് നമ്മൾ 1.01 02 ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്ലെയിൻ പൊങ്ങുന്ന ടൈമിൽ ഓട്ടോ കട്ടായിട്ട് നമുക്ക് എമൗണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ഓരോ 20 സെക്കൻഡിൽ. അപ്പോൾ അത്രയും സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഏവിയേറ്ററിൻ്റെ കുറേ ടൈപ്പ് ഗെയിംസ് വരുന്നുണ്ട്. ആ ഒരു ഏവിയേറ്ററിൻ്റെ ഗെയിം മാത്രമല്ല, ഏവിയേറ്ററിൻ്റെ സെയിം ഇൻ്റർഫേസ് വെച്ചുകൊണ്ട് തന്നെ കുറേ ഗെയിംസ് വരുന്നുണ്ട്. ആ ഒരു ഗെയിംസ് എല്ലാത്തിനകത്തും ഇതേപോലെ തന്നെ ഈ ട്രിക്ക് യൂസ് ചെയ്യാം. കൂടെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇടുന്ന ജോയിൻ മോഡൽ വെച്ച് കളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക. എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കുക. ആ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് മാത്രം പിന്നീട് കളിക്കുക. എന്നിട്ട് ലോസ് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആ ഒരു ജോയിൻ മോഡ്സ് വരെ കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റിലെ കുറച്ച് റിസ്ക് എടുത്താലും നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ചെയ്യുക ചെറിയ രീതിയിൽ. എന്നിട്ട് ആ പ്രോഫിറ്റ് വെച്ച് കളിച്ചുകൊണ്ട് തന്നെ എമൗണ്ട് ആക്കിയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ നോക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ടും കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മണി കമ്മിങ് ആണ്. അപ്പോൾ മണി കമ്മിങ്ങിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം ഓരോ എമൗണ്ടിനാണ്. പറയുമ്പോൾ ഇന്ന് നമ്മൾ 5 രൂപ വെച്ചിട്ടാണ് മണി കമ്മിങ്ങിന് കളിക്കുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ 10 രൂപയുടെ ആ ഒരു സെക്ഷനിലായിരിക്കും. പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ഷനിലായിരിക്കും നമുക്ക് ആ ഒരു ട്രിക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിന്നിങ്ങുള്ള എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് വരുന്നത്. ചിലപ്പോൾ 50-നായിരിക്കും, ചിലപ്പോൾ 100-നായിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ എമൗണ്ടിനായിരിക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. അതാണ് കാര്യം. ഇന്നലെ ഏകദേശം 50 സംതിങ്ങിനായിരുന്നു, അതിന് മുന്നത്തെ ദിവസം 100-നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്ന് 50 തോന്നുന്നു. കാരണം ഞാൻ 50 വെച്ചിട്ട് നല്ല രീതിയിൽ എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കളിച്ച് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏവിയേറ്ററിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ക്ലിക്ക് ചെയ്യാൻ നേരെ ലിങ്ക്സ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ എങ്ങനെ ഏൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് അടിപൊളി ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് സെൻട്രലായിട്ട് മേക്ക് മണി എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റഫറിൻ്റെയാണ് ഓപ്ഷൻ ഓണായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനകത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാൾ നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ മാത്രം മതി. വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട, ഡെപ്പോസിറ്റ് ഒന്നും തന്നെ ചെയ്യേണ്ട. നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നു, കാരണം രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. അപ്പോഴേ നമുക്ക് എമൗണ്ട് കിട്ടും. എന്നിട്ട് പുള്ളിക്കാരൻ അൺഇൻസ്റ്റാൾ കളഞ്ഞാലും കുഴപ്പമില്ല. എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ചെയ്യേണ്ട. നമ്മളൊരാൾ റഫർ ചെയ്തു, ആ റഫർ ചെയ്ത ആൾ ജോയിൻ ചെയ്ത സ്പോട്ടിൽ വന്നാൽ 10 രൂപ വെച്ചിട്ട് ഇപ്പോൾ റഫറിന് കിട്ടുന്നതാണ്. ഒരാളെ റഫർ ചെയ്താൽ 10 രൂപ, 10 രൂപ 100 രൂപ ഒറ്റ കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ റഫർ ചെയ്യും, ആ ഒരാളുടെ 10 രൂപ കിട്ടും. ഇനി 10 രൂപ കിട്ടിയ ആൾ തന്നെ പറയുമ്പോൾ നമ്മൾ റഫർ ചെയ്ത ആൾ തന്നെ വേറൊരാളെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് 5 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 2 ലെവൽ ഇൻകം കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ മെയിൻ ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറാനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് റഫർ ചെയ്തുകൊണ്ട് എമൗണ്ട് ചെയ്യുക. നിങ്ങളുടെ ലിങ്ക് ചിലർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ കാണും, കുഴപ്പമില്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ എന്തായാലും എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ആപ്ലിക്കേഷനിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ നമ്പർ എടുത്ത് രജിസ്റ്റർ ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അൺഇൻസ്റ്റാൾ കളഞ്ഞാൽ പറഞ്ഞാൽ മാത്രം മതി. ഉള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റഫർ ചെയ്തുകൊണ്ട് നല്ല എമൗണ്ട് എനിക്ക് താഴെ വാട്സപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓഫീസിൽ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 2 ലെവൽ ഇൻകം നമുക്ക് ഈ റഫറാൻ്റെ വഴി നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോഴായിട്ട് നമ്മുടെ റിവാർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വഴി റഫർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു വാലറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമ്മുടെ വിഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. നമുക്കിനകത്ത് മിനിമം വിഡ്രോ വരുന്ന 2 രീതിയിലാണ് നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മിനിമം വിഡ്രോയിൽ വെറും 300 രൂപ വരുന്നുണ്ട്, കൂടാതെ 1000 രൂപ വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആൾക്കാരാണ്. അതായത് ഇതിൽ 1 രൂപ റീചാർജ് ചെയ്യാത്തവർക്ക് 1000 രൂപയായിരിക്കും മിനിമം വിഡ്രോ എന്ന് പറയുന്നത്. അതേസമയം ഇതിനകത്ത് 200 റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഡ്രോ എന്ന് പറയുമ്പോൾ റീചാർജ് ചെയ്തവർക്ക് മിനിമം 200 റീചാർജ് ചെയ്തവർക്ക് 300 രൂപയായിരിക്കും നമുക്കിനകത്ത് മിനിമം വിഡ്രോന്ന് വരും. അതുപോലെ 2 രീതിയിലാണ് വിഡ്രോന്ന് വരുന്നത്. അപ്പോൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ 1000 വരെ ഇരുന്ന് കാത്തിരുന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനെല്ലാം നല്ലത് മിനിമം 10, 400, 300 ചേഞ്ച് ചെയ്യുന്നത്. ഈ 200 കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതിലൂടെ ചെയ്യുമ്പോഴത്തേക്കും വിഡ്രോ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങളുടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ കാര്യം ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ IFSC കോഡ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുക. ഏത് ബാങ്ക് വേണമെങ്കിലും കൊടുക്കാം, വലിയ ബാങ്കൊന്നുമില്ല, ഏത് ബാങ്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ രജിസ്റ്റർ ചെയ്ത നമ്പറിന് അക്കൗണ്ട് വേണം അങ്ങനെ ഒന്നുമില്ല. ആരാണെങ്കിലും അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴെ OTP ഉണ്ട്. ആ OTP ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫോൺ നമ്പറിൽ ഒരു OTP ഉള്ളതുകൊണ്ട് തന്നെ അത് കൺഫേം ആവുന്നതായിരിക്കും. അതിനുശേഷം അത് റിവ്യൂവിൽ പോകും. എന്നിട്ട് അവർ ചെക്ക് ചെയ്യും